ഹരി ഓം. ശ്രീമന്നാരായണീയം. ദശകം 6 വിരാട് സ്വരൂപ വർണ്ണനം. ഈ ദശകത്തിൻ്റെ വൃത്തം വസന്തതിലകമാണ്. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതാളമീശ തവ പാദതലം വദന്തി പാദോർത്ഥദേശമപി ദേവരസാതലം തേ ഗുൽഫദ്വയം ഖലു മഹാതലം അത്ഭുതാത്മൻ ജംഘേ തലാതലമധോസുതലം ച ജാനു കിഞ്ചോരുഭാഗയുഗളം വിതലാതലേ ദ്വേ ക്ഷോണീതലം ജഘനമംബരമംഗ നാഭി വക്ഷചക്രനിലയസ്തവ ചക്രപാണേ ഗ്രീവാമഹസ്തവ മുഖം ച ജനസ്തവസ്തു ഫാലം ശിരസ്തവ സമസ്തമയസ്യ സത്യം ഏവം ജഗന്മയതനോ ജഗദാശ്രിതൈരവി അന്യേ നിബദ്ധവപുഷേ ഭഗവൻ നമസ്തേ ത്വദ്ബ്രഹ്മരന്ധ്രപദമീശ്വര വിശ്വഗന്ധ ഛന്ദാംസി കേശവഘനാസ്തവ കേശപാശാഃ ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹിഡസ്യ ഗേഹം പഷ്മാണി രാത്രി ദിവസൗ സവിതാജ നേത്രേ നിശേഷ വിശ്വരചനാ ച കടാക്ഷ മോക്ഷ കർണൗ ദിശോശിയുഗളം തവ നാസികേ ദ്വേ ലോഭത്രപേജ ഭഗവന്നധരോത്തരോഷ്ടൗ താരാഗണാശ്ച ദശനാ ശമനശ്ച ദംഷ്ട്രാ മായാവിലാസഹസിതം ശ്വസിതം സമീരോ ജിഹ്വാജലം വചനമീശ ശകുന്ദ പങ്ക്തി സിദ്ധാദയസ്വരഗണാമുഖരന്ധ്രമഗ്നി ദേവാഭുജാസ്തനയുഗം തവ ധർമ്മദേവ പൃഷ്ടന്ധർമ്മൈഹ ദേവമന സുധാംശു അവ്യക്തമേവ ഹൃദയാംബുജം അംബുജാക്ഷ കുക്ഷിസമുദ്രനിവഹാവസനം തു സന്ധ്യേ ശേഭ പ്രജാപതി അസൗ വൃഷണൗ ച മിത്ര ശ്രോണീസ്ഥലം മൃഗഗണാപദയോർനഖാസ്തേ ഹസ്ത്യുഷ്ടസൈന്ധവമുഖാഗമനം തു കാല വിപ്രാതിവർണഭവനം വദനാബ്ജബാഹു ചാരൂരുയുഗ്മചരണം കരുണാംബുധേദേ സംസാരചക്രമയി ചക്രധരം ക്രിയാസ്തേ വീര്യം മഹാസുരഗണോസ്തി കുലാനി ശൈല നാഢ്യാസരിൽ സമുദയസ്തരവ ചരോമ ജിയാദിദം വപുര നിർവചനീയമീശ ഈദൃജഗന്മയ വപുസ്തവ കർമ്മവാജാം കർമാവസാന സമയേ സ്മരണീയമാഹു തസ്യാന്തരാത്മവപുഷേ വിമലാത്മനേ തേ വാതാലയാധിപ നമോസ്തു നിരുന്ധിരോഗാൻ നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ ശ്രീഹരേ നമ. ഈ ഒരു ദശകത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങളുടെ ലളിതാർത്ഥം. ശ്ലോകം 1. ഹേ ജഗത് രക്ഷക, അലയോ അത്ഭുത സ്വരൂപ. ഇങ്ങനെ 14 ലോകങ്ങളുടെ രൂപമാർന്ന അവിടുത്തെ ഉള്ളംകാലുകളെ പാതാളമെന്നും പുറംകാലുകളെ രസാതലമെന്നും നെര്യാണികളെ മഹാതലമെന്നും മഹാന്മാർ പറയുന്നു. ശ്ലോകം 2. ചക്രപാണിയായ അല്ലയോ ഭഗവാൻ, അവിടുത്തെ മുഴങ്കാലുകൾ തലാതലവും മുട്ടുകാൽ രണ്ടും സുതലവുമാകുന്നു. 2 തുടകൾ വിതലവും അതലവുമാണ്. അരക്കെട്ട് ഭൂതലവും നാഭി ആകാശവും മാറിടം സ്വർഗവും ആകുന്നു.
ശ്ലോകം 3. നിൻ തിരുവടിയുടെ കണ്ഠദേശം മഹർലോകവും, മുഖം ജനലോകവും, നെറ്റിത്തടം തപോലോകവും, വിശ്വാത്മാവായ അവിടുത്തെ ശിരസ് സത്യലോകവും ആകുന്നു. ഇപ്രകാരം ജഗത് സ്വരൂപിണിയായ ഭഗവാനെ മറ്റു പ്രപഞ്ച വസ്തുക്കളാലും സമ്പൂർണമായി തീർക്കപ്പെട്ട ശരീരത്തോടു കൂടി അങ്ങേക്ക് വീണ്ടും വീണ്ടും നമസ്കാരം. 4. പ്രപഞ്ചമൂലവും എല്ലാത്തിൻ്റെ മൂലസ്ഥാനവും സർവശക്തനുമായ ഭഗവാൻ അവിടുത്തെ ബ്രഹ്മരന്ധ്രസ്ഥാനം വേദങ്ങളാകുന്നു. മുടിക്കെട്ട് മേഘങ്ങളുമാകുന്നു. അഴകാർന്ന പുരികങ്ങൾ രണ്ടും ബ്രഹ്മഗ്രഹവും രോമങ്ങൾ ഇരവും പകലുകളും കണ്ണുകൾ സൂര്യചന്ദ്രന്മാരുമാകുന്നു. ശ്ലോകം 5. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ കടാക്ഷ വിക്ഷേപം സമസ്ത പ്രപഞ്ചരചനയും അവിടുന്ന് ഒന്ന് കടാക്ഷിച്ചാൽ മാത്രം മതി ഈ പ്രപഞ്ചത്തിലെ സർവ രചനകളും സാധിക്കുന്നു. കാതുകൾ ദിക്കുകളാണ് അവിടുത്തെ. നാസാദ്വാരങ്ങൾ രണ്ടും അശ്വനീ ദേവകളുമാകുന്നു. അവിടുത്തെ കീഴ്ചുണ്ടും മേൽചുണ്ടും യഥാക്രമം ലോഭവും ലജ്ജയും, പല്ലുകൾ നക്ഷത്രഗണങ്ങളും ദംഷ്ട യമനും ആകുന്നു. ശ്ലോകം 6. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ മന്ദഹാസം മായയും ശ്വാസം വായുവും നാവുജലവും വാക്ക് പക്ഷിക്കൂട്ടവുമാണ്. സ്വരസമൂഹം സിദ്ധയക്ഷകിന്നരാദികളും അവിടുത്തെ മുഖം അഗ്നിയും കൈകൾ രണ്ടും ദേവന്മാരും ഇരുസ്തനങ്ങൾ പ്രവൃത്തി നിവൃത്തി രൂപങ്ങളായ സുഹൃതങ്ങളുടെ അധിഷ്ഠാന ദേവതയായ ധർമ്മദേവനുമാകുന്നു. ശ്ലോകം 7. അല്ലയോ സരസിജ നേത്രനായ ഭഗവാനെ, താമരക്കണ്ണ, ഈ വിരാട് സ്വരൂപത്തിൽ പൃഷ്ഠദേശമാകട്ടെ അധർമ്മമാകുന്നു. മനസ്സ് ചന്ദ്രനാകുന്നു. ഹൃദയ കമലം ത്രിഗുണങ്ങളുടെ സാമ്യാവസ്ഥയായ മൂലപ്രകൃതിയുമാകുന്നു. ഉദരം സമുദ്രങ്ങളും, വസ്ത്രം പ്രാതപ്രദോഷ സന്ധ്യകളും, ജനനേന്ദ്രിയം പ്രജാപതിയും, വൃഷണങ്ങൾ മിത്രനും ആകുന്നു. ശ്ലോകം 8. അല്ലയോ കാരുണ്യ വത്സല കരുണാനിധി, അവിടുത്തെ അരക്കെട്ട് മൃഗക്കൂട്ടങ്ങളും പാദനഖങ്ങൾ ആന ഒട്ടകം കുതിര മുതലായവയും നടപ്തം കാലവുമാകുന്നു. മുഖം കൈകൾ തുടകൾ കാലുകൾ എന്നിവ യഥാക്രമം ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യ ശൂദ്ര എന്നീ വർണ്ണങ്ങളുടെ ഉൽപ്പത്തി സ്ഥാനവും ആകുന്നു. ശ്ലോകം 9. അല്ലയോ ചക്രപാണിയായ ഭഗവാനെ, അങ്ങയുടെ ചേഷ്ടകൾ സംസാര ചക്രവും വീര്യം മഹാസുര സമുദായവും അസ്ഥികൾ പർവ്വതങ്ങളുമാകുന്നു. നാടികൾ നദീ സമൂഹവും രോമങ്ങൾ വൃക്ഷങ്ങളും അത്രേ. ഹേ ഭഗവാനെ, ഇന്ന പ്രകാരമെന്ന് തീർത്തു പറയാനാവാത്ത ഈ ശരീരം വിരാട് സ്വരൂപം സർവോത്കർഷേണ വർത്തിക്കുമാറാകട്ടെ. എപ്പോഴും ആ വിരാട് സ്വരൂപം അടിയങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കാനുള്ള ഭാഗ്യം ഉണ്ടാവണമേ. അതിനായി ഭക്തി തന്ന് ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണമേ ഭഗവാനെ. 10. ഇപ്രകാരം വിശ്വസ്വരൂപനായ അവിടുത്തെ ശരീരം ശ്രവണസ്മരണ കീർത്തനാദികളായ കർമ്മങ്ങളെ ആശ്രയിക്കുന്നവർക്ക് കർമാനുഷ്ഠാനത്തിൻ്റെ ഒടുവിൽ ധ്യാനിക്കേണ്ടതാണെന്ന് പറഞ്ഞു വരുന്നു. മരണസമയം അടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഭഗവാന്റെ വിശ്വരൂപം ഒന്ന് തെളിഞ്ഞു കാണണം. അല്ലയോ ഗുരുവായൂരപ്പ, ആ വിരാട് ശരീരത്തിൻ്റെ അന്തര്യാമിയായി ശുദ്ധ സത്വസ്വരൂപനായി വർത്തിക്കുന്ന അങ്ങേക്ക് കോടിക്കോടി നമസ്കാരം. നിന്തിരുവടി എൻ്റെ രോഗങ്ങളെല്ലാം തീർത്തു തരണമേ. ഈ 4 മുതൽ 7 വരെയുള്ള 4 ദശകങ്ങളിൽ ഭാഗവതം ദ്വിതീയ സ്കന്ധം ആണ് സംഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്. ഭഗവാനെ, അടിയങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും അവിടുത്തെ ആ ദിവ്യരൂപം പ്രകാശിക്കുവാൻ ഉള്ള ഭാഗ്യം ഉണ്ടാകണമേ. ആ തിരുരൂപം ഭക്തിയോടെ പ്രാർത്ഥിക്കാനായാൽ നാമസങ്കീർത്തനാദികൾ കൊണ്ടും ഈ ജന്മം സഫലമാക്കാനുള്ള ഭാഗ്യം
നൽകണമേ. ഈ കലിയുഗത്തിലെ നാമസങ്കീർത്തനം ഒന്നു മാത്രം മതി മോക്ഷപ്രാപ്തിയിലെത്താൻ. ഭക്തിയോടുകൂടി ഭഗവാനെ ഭജിക്കുക, ഭഗവാന് ഇഷ്ടമുള്ള കർമ്മങ്ങൾ ചെയ്യുക. ഫലാസക്തി കൂടാതെയുള്ള കർമ്മങ്ങൾക്കാണ് ഏറ്റവും അധികം പ്രാധാന്യം. അങ്ങനെയുള്ള ഒരു കർമ്മം ചെയ്യുമ്പോൾ ഭക്തി താനേ ഉണ്ടായി വരും. അങ്ങനെ ആ വിശ്വരൂപം എവിടെയും മനസ്സിൽ വിളങ്ങി നിൽക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. ഹരി ഓം.